ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉണർന്ന് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പോയെന്നാരും വിചാരിക്കണ്ട. നിങ്ങൾ പോയാലും ഞാൻ പോകുന്നില്ല. നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിട്ട് ലൈവിൽ ഞാൻ ഉണ്ടാവുണ്ടാന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി. അവൾ ലൈവ് ഇട്ടിരിക്കുകയെന്ന് അവൾ ഉറങ്ങിയില്ല. അവൾ വീണ്ടും വെച്ചോണ്ടിരിക്കുന്നു വിചാരിച്ചിട്ടാണ് പോയത്. ഇപ്പം 5-6 പേര് വന്ന് നോക്കുകയാണ് ഞാൻ ലൈവ് ഇട്ടിരിക്കണം, പോയോ ഉണ്ടോ, ഇവളെന്തൊക്കെ സംസാരിക്കുന്നു, ലൈവ് ഇട്ടിരിക്കണം എന്തൊക്കെ സംസാരിക്കണം, അതൊക്കെ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യ്, കുഴപ്പമില്ല. ലൈക്ക് ചിഹ്ന അതിലുണ്ട്, ആരും പറഞ്ഞു കൊടുക്കണ്ട. ലൈക്കിടെ കൈ കൊടുക്കണോ? ലൈക്ക് ഇട്ടെന്ന് എന്ത് സംഭവിച്ചു പോകും. ഞാൻ ആരുടെ ചാനൽ ഉണ്ടായാലും പരിചയമില്ലെങ്കിൽ ഞാൻ അങ്ങ് ലൈക്ക് ഇട്ടേക്ക്. ലൈക്ക് ഇട്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതുകൊണ്ട് ഇട്ടേക്ക്, പരിചയമില്ലെങ്കിൽ ശരി. ദൈവം മാനിക്കും, ദൈവത്തിനെ നിന്ദിക്കുന്നില്ല. ഇപ്പോഴും ഒത്തിരി പേരും വന്ന് നോക്കുകയാണ്. ഒത്തിരി പേരും വന്നു ഞാൻ ഉണ്ടോ, ഞാൻ ലൈവിൽ നിന്ന് പോയോ. ഞാനുണ്ടേ, ഞാൻ പോയില്ല, ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുമ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നു ഉറങ്ങും. നേരം വെളുക്കുന്നവരെ ഉറക്കം വന്നില്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ ഇങ്ങനെ തന്നെ വെച്ചേക്കും. അത്രയാണ്. അസൂയ പിടിച്ചവരാണ് ഇപ്പോൾ രണ്ടുപേരും വന്ന് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവിൽ വന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ലൈക്കിടാമെന്ന് വിചാരിക്കുന്നില്ല. ലൈക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ലൈക്ക് വന്നുകൊണ്ടിരിക്കണം. 7-8 പേര് വന്ന് എന്നെ നിരീക്ഷിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി. ഇവളെന്തൊക്കെ പറയണമെന്നറിയാൻ നോക്കിയിട്ട് പോയി. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ ഉണർന്നിരിക്കുക. 3 പേരിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കൂടെ ഉള്ളത് നല്ലവരായാലും ദുഷ്ട മനസ്സുള്ളവരായാലും ശരി. അതെന്തു പറ്റി? ഓറിയന്റേഷൻ റൊട്ടേറ്റ് ഡെവിസ് ബാക്ക്. ലൈക്ക് ഇടും കൂട്ടുകാരെ, ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ.